നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പവർ ബട്ടണും വോളിയം ബട്ടണൊക്കെ കംപ്ലൈൻ്റ് ഉള്ള ആളുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ മൊബൈൽ ഫോണിൽ തന്നെ എൻ്റെ വോളിയം ബട്ടൺ ഇവിടെ കംപ്ലൈൻ്റ് ആണ്, ഇവിടെ ചെറിയൊരു കേടുപാട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ വോളിയം ബട്ടണോ അല്ലെങ്കിൽ നമ്മുടെ പവർ ബട്ടണൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ചെറിയൊരു ട്രിക്ക് ഉണ്ട്. ചില ആളുകൾ പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് ഈ വോളിയം ബട്ടണും പവർ ബട്ടണും എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമെന്ന് കരുതി ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുമെന്ന് കരുതി നമ്മൾ ഇത് പെട്ടെന്ന് ഉപയോഗിക്കില്ല. അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും. കാരണം നമുക്ക് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ബട്ടണുകൾ ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് പവർ ബട്ടൺ യൂസ് ചെയ്യാനും വോളിയം ബട്ടൺ യൂസ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ചെറിയൊരു ആപ്പാണ്, മാത്രമല്ല അതിനകത്ത് പെർമിഷൻസ് ഒന്നും കൊടുക്കേണ്ട, വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സ്ക്രീൻ ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് നമ്മൾ ആ ഒരു ആപ്പിൽ ഒന്ന് ക്ലിക്ക് കൊടുത്താൽ മതി, ആ സ്ക്രീനിങ് ഓഫ് ആകുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഈ പവർ ബട്ടൺ കൊണ്ട് നമുക്ക് വെറും ലോക്ക് ഓഫ് ചെയ്യുന്ന മാത്രമല്ല, നമുക്ക് റീസ്റ്റാർട്ട്, ഫ്ലൈറ്റ് മോഡൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ആപ്പിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വോളിയം കൺട്രോളാണ്. ഇത് ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഈ വോളിയം ബട്ടൺ ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ വോളിയം കൂട്ടാനും കുറക്കാനൊക്കെ ഇതിനകത്ത് നമുക്ക് സാധിക്കും. അതായത് നമ്മൾ ഈ വോളിയം ബട്ടൺ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഈ വോളിയം കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈ ആപ്പ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ഈ ലോക്ക് സ്ക്രീൻ കാണുന്ന ഭാഗത്ത് നമ്മൾ വീണ്ടും ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പവർ മെനു എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഈ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ വരുന്നോ അതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. പവർ ഓഫ് ചെയ്യാനുള്ളത്, റീസ്റ്റാർട്ട് ചെയ്യാനുള്ളത്, ഈ ഒരു മൊബൈൽ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ളതൊക്കെ ഈ പവർ ബട്ടണിലാണ് സാധാരണ സാധിക്കുക. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഈ പവർ ബട്ടണും വോളിയം ബട്ടണും ക്ലിക്ക് ചെയ്യാതെ തന്നെ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. വളരെ സിമ്പിളാണ്, ചെറിയൊരു ആപ്പാണ്, പ്രത്യേകിച്ച് പെർമിഷൻസ് ഒന്നും കൊടുക്കാനില്ല. ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.